എന്തോന്നടി ഇങ്ങനെയൊക്കെ അറിയണ? ഡി അവിയൽ ഉണ്ടാക്കാനാടി. നീ ഇതും വായി നോക്കിക്കൊണ്ടിരിക്കാതെ പോയി തേങ്ങ എടുത്തോണ്ട് വന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കും. അതോടെ ഇരിക്കുന്ന തേങ്ങ ഫ്രിഡ്ജിന്റെ അകത്തുണ്ട്. വേ ആട്ട്. കൊള്ളാവുന്നു. കടിച്ചോണ്ടിരിക്കാതെ ചെയ്യടി. കൊള്ളാം. എന്ത് കിട്ടിയാലും വെറുതെ വിടൂല. പാത്രം കഴിയാ? ഓ കഴി ശരിയാ ശരിയാ മതി. ചേച്ചി, ഓ ഞാൻ ഇതും കൂടെ ചെയ്യുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറ്റൂല കേട്ടാ. ഏത്? ഈ തേങ്ങയും കൂടെ ഞാൻ ചിരകൊള്ളൂന്ന്. ആ ചമ്മന്തി നീ തന്നെ ഉണ്ടാക്കണം. എനിക്ക് അറിഞ്ഞൂടെ ചമ്മന്തി ഉണ്ടാക്കാൻ? അറിഞ്ഞൂടെ? ഇല്ല. ഈ ഫോൺ എടുത്ത് യൂട്യൂബ് ഓണാക്കി നോക്കി ചെയ്. എല്ലാം കൂടി എന്റെ തലയെ കൊണ്ട് വയ്ക്കണ്ട. പാവം പിള്ളേര്. ഞാൻ പോയി ഹെൽപ്പ് ചെയ്യട്ടോ. ഇതാ നിന്റെ കുഴപ്പം. എടി പിള്ളേർ ചെയ്ത് പഠിക്കട്ടെന്ന്. പിള്ളേരെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ആഗ്രഹമില്ലേ? നീ വാ. വൈകി നിങ്ങൾ ഇങ്ങോട്ട് എന്തിനാ എണീറ്റ് വന്നേ? ഞാൻ അങ്ങോട്ട് കൊണ്ട് തരുമായിരുന്നല്ലോ. കുഴപ്പമില്ല മക്കളെ, നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച്. അതാണ് വേദന ഉണ്ടായിട്ട് ഞങ്ങള് കട്ടിച്ച് പിടിച്ചിങ്ങി വന്നേ. അല്ലേ മണി? അതെ മക്കളെ ഇരി, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് കഴിക്കാം. അല്ല, നിങ്ങൾ ആദ്യം കഴിച്ചോ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. മതി മക്കളെ. അച്ഛന് കുറച്ച് മതി മോളെ. അയ്യോ, കുറച്ച് വെള്ളമായിട്ട് ഒഴിക്കും. മതി ഉപ്പ് വേണം. മതി വേണമെങ്കിൽ പിന്നെ ചോദിക്കാം. കറിയൊക്കെ ഇട്. അയ്യോ മണി, കറിയൊക്കെ എടുത്തോ. ഭയങ്കര വേദന. അയ്യോ, എത്ര വേണം? കുറച്ച് നല്ലോണം ഇട്. കുറച്ചും വേണം. അച്ഛന് അരെ ഉപ്പ് ഞാൻ എടുക്കാം മോളെ. അയ്യോ അച്ചാറ് വേണം. എല്ലാം കേട്ടോ. അതെ ചേച്ചി, അച്ഛനോട് മക്കളെ സൂപ്പർ ആയിരിക്കണേ. കുറച്ച് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരുന്നല്ലേ? നോക്കട്ടെ. നല്ല കൊള്ളാമോ? നോക്കട്ടെ. ചോക്ക് നല്ല കൈപുണ്യം. അത് പിന്നെ ആരുടെ കൈപുണ്യം? എന്റെ അല്ലേ മക്കള്. ഒന്ന് തന്നെ നോക്കളെ. അയ്യേ, ആരുടെ കൈപുണ്യം? ഒന്ന് അമ്മയുടെ കൈപുണ്യം ഒന്നും അല്ല, ഇത് ഞാൻ യൂട്യൂബിന്റെ കൈപുണ്യം. യൂട്യൂബ് ഞങ്ങൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ മണി, നീവേ ഇനി മുതൽ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയാ മതി. നിങ്ങൾ പറഞ്ഞു വന്നത് എന്തോന്നു? ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം വായ വെച്ച് കഴിക്കാൻ കൊള്ളില്ലെന്നല്ലേ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം? അയ്യോ, ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അല്ല, എനിക്കറിയാം നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. അല്ലെ നിങ്ങൾ ഇങ്ങനെ നീ ഇങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ്. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. ഓ, എന്റെ ചിന്തയുടെ പ്രശ്നമാണല്ലേ? നിർത്ത്. അല്ല, ഈ വയ്യാത്തവർ എങ്ങനെ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നേ? നിങ്ങക്ക് ഇപ്പൊ നടുവേനൊന്നും ഇല്ലേ? ഉണ്ട്, പക്ഷെ അവള് പറഞ്ഞ് ദേഷ്യം കൂട്ടിക്കല്ലേ. കഞ്ഞി കുടിക്കാൻ നോക്ക്. അല്ല, അച്ഛന് അത്രയ്ക്ക് വേദനയാണെങ്കിൽ നമുക്ക് ആശുപത്രി പോയാലോ? കുറച്ച് റെസ്റ്റ് എടുത്താ മതി മോളെ. ഡി വേണ്ട, മാമനെ കൊണ്ട് ചവിട്ടി തീരുമാനം. വേണ്ട. എന്ത് കുഴപ്പം? അളിയന് ഇതൊന്നും അറിഞ്ഞൂടാ. അവസാനം നടുവൊക്കെ ചവിട്ടി ഓടിക്കും. വേണ്ട. ആര് അറിഞ്ഞൂടെന്ന്? എന്റെ ചേട്ടന് കളരി മർമ്മവിദ്യ നല്ല അസലായിട്ട് അറിയാം. അതൊക്കെ പണ്ടുള്ള ആൾക്കാർക്ക് മാത്രല്ല. അന്നത്തെ മർമ്മം അല്ല ഇന്നത്തെ മർമ്മം. അത് വിട്, അത് വേണ്ട. കുറച്ചുകൂടി കഞ്ഞി എടുക്കട്ടാ. കുടിക്കട്ടെ മോളെ. പപ്പടം മക്കളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി മക്കളെ, കൊള്ളാം. ഇനിയേ നിങ്ങള് ചായയും വൈകുന്നേരം ചായയും വടയൊക്കെ ഉണ്ടാക്കിയേ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിട്ടെ അത് കഴിക്കാൻ വേണ്ടി വിളിച്ചാൽ മതിയേ. വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കണോ ഞങ്ങള്? പിന്നെ വേറെ ആരും ഉണ്ടാക്കും? ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യാതെ നടക്കല്ലേ? മക്കൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ രാത്രി നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. രാത്രിയേ മക്കളെ, രാത്രി പാൽക്കഞ്ഞി മതി. പാൽക്കഞ്ഞി പാൽക്കഞ്ഞി ആകുമ്പോ പ്രശ്നമില്ല. ഉണ്ടാക്കാം. ഇതിപ്പോ കുടി, നിറച്ചു കുടി. പപ്പടം മതിയോ? മതി എനിക്ക്. ഇത് കുറച്ച് കഴിച്ചോളൂ. മതി മക്കളെ.
ഞങ്ങളെ കുഴപ്പമില്ല, ഒന്ന് പോയി കിടക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. വാ കഴിയണ്ടേ? ഇരിക്കാൻ പറ്റില്ല. അതൊക്കെ പിന്നെ കഴിയാം. കുടിക്കാനേ കുറച്ച് വെള്ളം അങ്ങോട്ട് കൊണ്ടുവന്നു. മോളെ ചായ ആവുമ്പോ വിളിച്ചാ മതിയേ. അയ്യോ അമ്മ, പണി വേദന ഉണ്ടല്ലേ? ചേച്ചി ആ പോയ പോക്കിൽ എന്തോ വശവശ കൊണ്ടല്ലോ. അത് നടു ഉളിക്കേണ്ടതാടി. അല്ല, ഇത് ശരിക്കും നടു ഉളിക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഒരു സംശയം ഉണ്ട്. ഉണ്ടല്ലേ? ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. അല്ലേ? ഇല്ലടി.